ക്രിപ്റ്റോയിൽ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് എന്താണ്? അതാണ് വോളറ്റിലിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിപ്റ്റോയുടെ വോളറ്റിലിറ്റി സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 10 ഇരട്ടിയാണ്. എന്നാൽ ഈ വോളറ്റിലിറ്റി ഒരു അഡ്വാൻറ്റേജ് ആക്കി ഉപയോഗിച്ച് എങ്ങനെ ഡെയിലി കൺസിസ്റ്റൻസ് റിട്ടേൺസ് ഉണ്ടാക്കാം, അത്തരത്തിലുള്ളൊരു പ്രോട്ടോക്കോളാണ് സീറോ ഡെൽറ്റ പ്രോട്ടോക്കോൾ, അതായത് ZDLT ടോക്കൺ. എന്താണ് ഈ ടോക്കണിൻ്റെ പ്രത്യേകത? എങ്ങനെയാണ് അവർ ക്രിപ്റ്റോയുടെ വോളറ്റിലിറ്റി ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ആ പ്രോട്ടോക്കോളിൻ്റെ വാല്യൂ പ്രപ്പോസിഷൻസ്? എങ്ങനെയാണ് അത് നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിനായി let's dive into the video along with me, Febin Andrews. ക്രിപ്റ്റോയിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം, ക്രിപ്റ്റോയിൽ പെർപ്പച്വൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അതായത് എന്താണ് പെർപ്പച്വൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് ഇൻഫിനിറ്റ് ഡ്യൂറേഷനിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് വരുമ്പോൾ ഒരു സർട്ടൻ പീരീഡ് ഉണ്ട്, 2 months 3 months അങ്ങനെ. എന്നാൽ ക്രിപ്റ്റോയിൽ പെർപ്പച്വൽ ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഈ പെർപ്പച്വൽ ഫ്യൂച്ചേഴ്സ് സാധ്യമാക്കുന്ന ഒരു അണ്ടർലൈയിങ് ടെക്കാണ് ഫണ്ടിങ് റേറ്റ് എന്നുള്ള ടെക്നിക്ക്. അതായത് സ്ക്രിപ്റ്റിൻ്റെ ആക്ച്വൽ വിലയും ഫ്യൂച്ചേഴ്സിൻ്റെ വിലയും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കിയിട്ട് ഷോർട്ട്സ് ലോങ്ങിനോ ലോങ് ഷോർട്ട്സിനോ ഒരു ചെറിയ എമൗണ്ട് അയച്ചുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ഫണ്ടിങ് റേറ്റ് എന്ന് പറയുക. നമ്മൾ എത്രത്തോളം കാലം ഈ ഫ്യൂച്ചർ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നോ അത്രത്തോളം സമയം ഫണ്ടിങ് റേറ്റ് നമ്മുടെ നിന്ന് എടുക്കുകയോ കൊടുക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫണ്ടിങ് റേറ്റ് ഓരോ എക്സ്ചേഞ്ചിലും ഓരോ പോലെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ BTCയുടെ ഫ്യൂച്ചേഴ്സിൽ ബിനാൻസിലുള്ള ഫണ്ടിങ് റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ KuCoinലുള്ള ഫണ്ടിങ് റേറ്റ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കണക്കാക്കി ഈ ഫണ്ടിങ് റേറ്റിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി അതിനെ ക്യാഷ് ചെയ്യുക എന്നുള്ളതിനെയാണ് ഫണ്ടിങ് റേറ്റ് ആർബിട്രേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഫണ്ടിങ് റേറ്റ് ആർബിട്രേജ് ഏതൊരു സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു പ്രോട്ടോക്കോളാണ് സീറോ ഡെൽറ്റ എന്നുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. സീറോ ഡെൽറ്റ ബൈബിറ്റും KuCoiനും തമ്മിൽ ടൈപ്പ് ആവുകയും അവരുടെ API വെച്ച് കണക്ട് ചെയ്ത് പൈലറ്റ് പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കറണ്ട് ഫേസ് എന്ന് പറയുന്നത് ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വരെ ഈ പ്രോട്ടോക്കോൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ പ്രൈമറി യൂസ് കേസ്, അതായത് ഫണ്ടിങ് റേറ്റ് ആർബിട്രേജ് എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ടെക്നിക്ക്. ഇതുപയോഗിച്ച് അവർ ക്ലെയിം ചെയ്യുന്നത് ഡെയിലി 0.5 തൊട്ടിട്ട് 1% വരെ റിട്ടേൺസ് കിട്ടാമെന്നുള്ളതാണ്. ഇവർ ഓൾറെഡി പൈലറ്റ് യൂസേഴ്സിനെ ഉപയോഗിച്ച് ഇവരുടെ POC കോൺസെപ്റ്റ് പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സീറോ ഡെൽറ്റക്കാരുടെ ടോക്കണാണ് ZDLT എന്ന് പറയുന്നത്. ഈ ടോക്കണിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഈ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നതിനായി ചിലവഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് കൂടാതെ എന്തൊക്കെയാണ് ഈ ടോക്കണിൻ്റെ മറ്റു ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്? ഈ പ്രോട്ടോക്കോളും സാധാരണ മറ്റ് പ്രോട്ടോക്കോൾസ് പോലെ സ്റ്റേക്കിങ്ങും ഈൽഡിങ്ങും തരുന്നുണ്ട്. അത് കൂടാതെ ഇവരുടെ ടോക്കണിൻ്റെ ഡിമാൻഡ് കൂട്ടുന്നതിനായി മറ്റൊരു കിടിലൻ പ്രൊപ്പോസിഷൻ ഉണ്ട്. അതായത് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രേഡ് ആപ്ലിക്കേഷൻ ലോഞ്ച് ആകുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവർക്ക് ഒരു NFT മിൻറ്റ് ചെയ്യണം. ഈ NFT ആണ് ആ ആപ്ലിക്കേഷൻ്റെ എൻട്രി അല്ലെങ്കിൽ കീ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ NFT മേടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 30,000 സീറോ ഡെൽറ്റ മാർക്കറ്റ് ബൈ ചെയ്ത് ഇവരുടെ സിസ്റ്റത്തിൽ ലോക്ക് ചെയ്യണം. അതിൻ്റെ 50%, അതായത് 15,000 സീറോ ഡെൽറ്റ ഓൾറെഡി പെർമനൻ്റ്ലി ലോക്ക്ഡ് ആക്കും. ബാക്കിയുള്ളത് ട്രഷറി ഫണ്ടിലേക്ക് മാറ്റിവെക്കും. ഇതിൻ്റെ വോള്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എത്ര പേരാണ് ഈ ആപ്ലിക്കേഷന് വേണ്ടി ഓൾറെഡി രജിസ്റ്റർ ആയിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഏകദേശം 10,000 പേരാണ് ഇതിൻ്റെ ക്യൂവിൽ വൈറ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് 10,000 ഇൻറ്റു 30,000 സീറോ ഡെൽറ്റ, റഫ്ലി 300 മില്യൺ സീറോ ഡെൽറ്റ ഓൾറെഡി ബേൺ ആവാനുള്ള ഒരു രീതിയിലാണ് ഈ ടോക്കൺ കറൻ്റ്ലി പ്ലേസ്ഡ് ആയിരിക്കുന്നത്. ഇത് തന്നെ അവരുടെ ടോക്കണിനുള്ള നല്ലൊരു ഡിമാൻഡ് ഡ്രൈവറാണ്. ഇത് ഒരു ഇന്നോവേറ്റീവ് ഫീച്ചറാണ്. അത് മാത്രമല്ല, ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രേഡ് പ്രോട്ടോക്കോൾ ആയതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടിസിപ്പേഷനും ഇതിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ ഫ്ലൈവീൽ മെക്കാനിസം ടോക്കൻ്റെ ഡിമാൻഡ് കൂട്ടാനുള്ള സിസ്റ്റം ഇവരുടെ പ്രോഗ്രാമിൽ ഇൻബിൽറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ദിസ് ഈസ് സ്റ്റിൽ എ മൈക്രോ ക്യാപ്പ്. റഫ്ലി 2 മില്യണിലാണ് ഇതിൻ്റെ മൈക്രോ ക്യാപ്പ് നിൽക്കുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടോക്കണാണ് സീറോ ഡെൽറ്റ. ക്രിപ്റ്റോയിൽ ഒരു പുതിയ ഇന്നോവേഷൻ കൊണ്ടുവന്ന സീറോ ഡെൽറ്റ എന്നുള്ള ടോക്കണിനെ കുറിച്ചുള്ള ഓവർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്, ഫെബിൻ ആൻഡ്രൂസ്.